മാധ്യമങ്ങൾ വിമർശനങ്ങളിൽ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കാൻ പാടില്ലെന്നും മാധ്യമങ്ങൾ പറയുന്നത് മാത്രം കേട്ട് ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇടതുപക്ഷം എവിടെയും വിജയിക്കില്ലായിരുന്നുവെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഡോക്ടർ ശശികുമാർ. CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമ വിമർശനങ്ങൾ ഏകപക്ഷീയമാകരുതെന്നും മാധ്യമങ്ങൾ പറയുന്നത് മാത്രം കേട്ട് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന് വിജയമുണ്ടാകില്ലായിരുന്നെന്നും ഡോക്ടർ ശശികുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു സംസ്ഥാനത്തുള്ള ഭരണകൂടത്തെ നിരന്തരം വിമർശിക്കുകയും അതിലൊക്കെ വളരെ അപകടകരമായ പോളിസീസ് രൂപീകരിക്കുന്ന സെൻട്രൽ ഭരണകൂടത്തെ പറ്റി അധികം വിമർശിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ന്യായീകരിക്കുകയും പലപ്പോഴും ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, അത് ഒരു എന്താ പറയുക, ഇൻറ്റൻഷനലായിട്ടല്ല, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണപ്പെടുന്നു. മാധ്യമ പരിലാളന ലഭിച്ചു വളർന്നു വന്ന സംഘടനയല്ല CPM എന്ന് മനോരമ ന്യൂസ് ചാനലിന്റെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് വ്യക്തമാക്കി. പലപ്പോഴും പറയാറുണ്ട്, CPM എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് മാധ്യമങ്ങളുടെ പരിലാളന ഏൽക്കാതെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് എന്നാണ് പറയുക. അത് ഏറെക്കുറെ ശരിയാണ്. മാധ്യമങ്ങളുടെ വലിയ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വലിയ പരിലാളനയൊന്നും കിട്ടാതെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, CPM പ്രത്യേകിച്ചും എന്നത് ശരിയാണ്. മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ മുൻ MP സെബാസ്റ്റ്യൻ പോൾ, മുതിർന്ന മാധ്യമപ്രവർത്തക R പാർവതി ദേവി എന്നിവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.